ഹലോ ഗായ്സ്, മോട്ടോ ക്ലച്ചിൻ്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ അച്ചൻകോവിലേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് വഴിയൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, മൊത്തം കാടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പം പോകുന്നത് നമ്മുടെ അച്ചൻകോവിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ആയിരിക്കും നിങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ മൊത്തം കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. അതായത് നമ്മൾ അച്ചൻകോവിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഒരു കിടിലം പ്ലേസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഒരു കിടിലം പ്ലേസ്. അതാണ്ട് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ? ഒരു ചെറിയൊരു ചെക്ക് ഡാമിൻ്റെ കൂട്ട് അടിപൊളിയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ കുളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നല്ല രീതിയിൽ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. സോപ്പിൻ്റെ അതേപോലെയുള്ള കവറൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി. ഇപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ അവിടുന്ന് കുറച്ച് അവിടുത്തെ സ്ഥലങ്ങളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ പോവുകയാണ്. ഇപ്പം ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് നമ്മുടെ അച്ചൻകോവിലിനുള്ളത്. അപ്പം നമ്മൾ പോകുന്ന വഴി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, കുറേ ഇങ്ങനെ മണ്ണൊക്കെ എടുത്ത് പണ്ട് ഇതൊക്കെ റബ്ബറും ഒക്കെ നട്ടിരുന്ന സ്ഥലങ്ങളാണ്. കാണുമ്പോൾ അറിയാം ഇപ്പോൾ ഫുള്ള് വെട്ടി അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ചുറ്റും ഇങ്ങനെ കൃഷിയും റബ്ബറുമാണ്. ഒരു സൈഡ് ഫുള്ള്, ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് റബ്ബറിൻ്റെ ഇടയ്ക്ക് തന്നെ വാഴ നടുന്ന പരിപാടിയില്ല, അത് തന്നെ ആയിരുന്നു തോന്നുന്നു. അവിടെ ഇപ്പം തൈയൊക്കെ വെച്ച് നട്ടിട്ടുണ്ട്. ഈ മൊത്തത്തെ ഒരു എസ്റ്റേറ്റ് അങ്ങനെയുള്ള സംഭവത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററാണ്. ഏകദേശം ഒരു 20 കിലോമീറ്ററാണ് നമ്മുടെ ഈ അച്ചൻകോവിലിനുള്ളത്. അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ കൂടുതലും ഇങ്ങനെ വനം, നല്ല രീതിയിൽ കാടും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതിപ്പം നമ്മുടെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ഗായ്സ്, ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന റോഡൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ അവർ ടാർ ചെയ്തൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 20-22 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അച്ചൻകോവിൽ പോകാൻ. അപ്പം ഇതിപ്പോൾ നമ്മൾ വരുന്ന വഴിയാണ്. ഞങ്ങളിപ്പോൾ വന്നത് നമ്മുടെ പുനലൂർ വഴി കയറി നമ്മുടെ അലിമുക്ക് വഴിയാണ് വന്നത്. ഇപ്പോൾ അലിമുക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സൈഡിലെ റോഡുകളെല്ലാം ഇപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അടിപൊളിയാണ് കാണാൻ. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഈ വാഴ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ റബ്ബർ എസ്റ്റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വരുന്ന വഴിക്ക് കുറേ ആളുകൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. ഇപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യൂ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അവിടെ കുറേ മലകളും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത് ഫുൾ ഇങ്ങനെ വനവും അതേപോലുള്ള ഇങ്ങനെ എസ്റ്റേറ്റിൽ കൂടെയൊക്കെയാണ് നമ്മുടെ അച്ചൻകോവിലേക്ക് പോകുന്നത്. പിന്നെ ഈ സൈഡിൽ നമ്മളിപ്പോൾ വന്നതാണ്ട് ഇവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഈ സൈഡിൽ നോക്കിയാൽ തന്നെ അറിയാം, അവിടെയൊക്കെ നല്ല വലിയ രീതിയിലുള്ള മലകളും. പിന്നെ എങ്ങോട്ട് നോക്കിയാൽ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പച്ചപ്പായിരിക്കും. അതായത് നമ്മുടെ ഒരു പച്ച കളറിൻ്റെ ഏതൊക്കെ ഷെയ്ഡാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. അത്രയും കിടിലമാണ് ഈ സ്ഥലം ഫുള്ളായിട്ട് കാണാൻ തന്നെ. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. റോഡ് ഇങ്ങനെ 3 വീപ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരും വന്നിട്ട് തിരിച്ചു പോകാതിരിക്കുക. കാരണം ഫോറസ്റ്റുകാരുടെ അടുത്ത് ചോദിക്കുക. അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. എനിക്കൊന്ന് വലിയ വണ്ടികൾ കയറ്റി വിടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഇപ്പോൾ ഈ റോഡ് പണി നടക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. അവിടെ 3 ഈ വീപ്പ പോലുള്ള സംഭവങ്ങൾ എടുത്ത് റോഡിന് നടുക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ മേലെയുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചു, ഒരു ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. പിന്നെ സൈഡിൽ ഫുള്ള് നമുക്ക് നമ്മുടെ നദിയാണ്, അത് ഫുള്ള് വറ്റി വരേണ്ട, നല്ല രീതിയിൽ വറ്റി വരേണ്ട കിടക്കുവാണ്. അപ്പോൾ ഈ കാട്ടിലുള്ള മൃഗങ്ങൾക്കൊക്കെ ഈ ചൂടും അങ്ങനെ വെള്ളം കിട്ടാതെ വരുമ്പോൾ അവർ കഴിവതും റോഡിൽ കൂടെ ഒക്കെ ക്രോസ് ചെയ്യാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും മാക്സിമം സൂക്ഷിച്ച് പോവുക. അതേപോലെ തന്നെ ഈ കാട്ടിലൂടെ ഒക്കെ പോകാനും അതേപോലെ ഒരു ബൈക്ക് റൈഡ്, നല്ല ഫീല് തരുന്ന ഒരു ബൈക്ക് റൈഡ് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല അടിപൊളി വഴിയായിരിക്കും ഈ അച്ചൻകോവിൽ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് പോകാൻ എന്ന് പറയുന്നത് നല്ല ഫീലാണ്. നമുക്ക് രണ്ട് സൈഡിൽ ഇനി ഇതിലും കട്ടി കൂടി കാണാൻ കൊണ്ട് വരും. ഇപ്പോൾ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് ചെന്ന് കയറുന്നത്. നമ്മളിപ്പോൾ അവിടെ വരെ പോകുന്നില്ലെങ്കിലും ഏകദേശം അച്ചൻകോവിലിൻ്റെ ഏകദേശം ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം പണ്ടാണെങ്കിൽ റോഡ് കൊള്ളത്തില്ലെന്നെങ്കിലും പറയാം. ഇപ്പോൾ റോഡും നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സ്പീഡിലൊന്നും പോകാതിരിക്കുക. കാരണം
ഈ കാട്ടിലുള്ള മൃഗങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഫ്രണ്ടിലേക്ക് ചാടാൻ കൂടുതലും ചാൻസ് ഉള്ള വഴിയാണ്. നമ്മൾ വരുന്ന വഴിക്ക് ജസ്റ്റ് സൈഡിലൊന്ന് നിർത്തിയതാണ്. അതായത് നമ്മുടെ ഈ അച്ചൻകോവിൽ 6 സൈഡിൽ കൂടെ പോകുന്ന കണ്ടപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമുള്ള ഭാഗം കണ്ട് അങ്ങനെ നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ഈ നദിയുടെ സൈഡിലോട്ടൊക്കെ നോക്കി തന്നെ അറിയാം, നല്ല രീതിയിൽ ഇപ്പോൾ നദിയിലും അങ്ങനെയുള്ള സൈഡിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കുറവാണ്. മറ്റേത് നല്ല നിറഞ്ഞ് ഒഴുകുന്ന നദിയായിരുന്നു. പിന്നെ ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 5-6 വീട് ഇടവിട്ടൊക്കെ ഉണ്ട്. ആ സൈഡിലും അതേപോലെ 1-2 വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ അവർ തുണി കഴുകുന്ന സ്ഥലമൊക്കെയാണെന്ന് തോന്നുന്നു ആ കാണുന്ന സ്ഥലം. പിന്നെ അവിടെ ചെറിയൊരു വള്ളവും അതേപോലെ ഒരു സംഭവം അവിടെ കിടപ്പുണ്ട്. പിന്നെ നടുക്കൂടി ഇങ്ങനെ കയർ അവർ കിട്ടുന്നത്, അതെനിക്കൊന്ന് വെള്ളം കയറുമ്പോൾ നടന്നു പോകാനോ അങ്ങനെ എന്തോ സംഭവമാണ്, എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരാനൊക്കെ. പിന്നെ നല്ല ചൂട്, ഇപ്പം നല്ല ഉണക്ക് സമയമായിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ കുറവാണ്. നേരത്തൊക്കെ ഇത് നമ്മളിപ്പം കുറച്ച് മഴയുള്ള ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ല വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല രീതിയിൽ പച്ചപ്പൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ചു. ഇപ്പം ഞങ്ങൾ അത് വന്നത് നല്ല ഉണക്ക് സമയമായിട്ട് തന്നെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കുറേ ഉണങ്ങി, അതേപോലെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. മറ്റേ നല്ല ഗ്രീനറി ആയിട്ടാണ്, നല്ല ഗ്രീനറി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ വെള്ളം ഒഴുകുന്ന കാണാൻ തന്നെ നല്ല രസമല്ലേ, നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം, അടിപൊളിയല്ലേ, കാണാൻ തന്നെ സൂപ്പറാണ്. ഈ വെള്ളം ഒഴുകുന്നതായാലും ഈ നദിയുടെ സൈഡിൽ നിൽക്കുന്നതായാലും കാണാൻ തന്നെ ഒന്നാണ്. പിന്നെ സ്ഥലം വളരെ സൈലൻ്റാണ്. നമുക്ക് ഈ ചീവീടിൻ്റെ സൗണ്ട് അല്ലാതെ ഇവിടെ കിളിയുടെയും സൗണ്ട് അല്ലാതെ വേറെ ഒന്നും കേൾക്കാനൊക്കത്തില്ല. അത്രയ്ക്ക് സൈലൻ്റാണ്, അത്രയ്ക്ക് സൈലൻറ്റ്. പിന്നെ സൈഡിൽ എങ്ങും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വേസ്റ്റ് പോലും കാണുന്നില്ല. നമ്മളായിട്ട് ഇവിടെ എങ്ങും വരുന്നവർ ഒന്നും കൊണ്ട് ഇടാതിരിക്കുക കഴിവതും. അങ്ങോട്ട് പോവുകയാണ്, അതായത് നമ്മുടെ അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ ആ സൈഡിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്താറൊക്കെ സ്ഥലമൊക്കെ എത്താറായി. നമ്മളിപ്പോൾ ഈ നദി കണ്ടപ്പോൾ ജസ്റ്റ് സൈഡിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എന്തൊരു കിടിലൻ സ്ഥലമാണ്. നിങ്ങൾ നോക്ക്, അടിപൊളിയല്ലേ, നല്ല കാടിന് നടുക്കാണ്. നല്ല നീല ആകാശത്തിൻ്റെ നടുക്ക് ഇങ്ങനെ 2 സൈഡിലും നമ്മളെ തേക്കിൻ്റെ മരം നിന്നിട്ട് ആ ഒരു ഇലയുടെ പച്ചപ്പും അതൊക്കെ കാണാൻ അടിപൊളിയല്ലേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് ചിലപ്പോൾ മിക്കവാറും ഇത്രയും ഞങ്ങൾക്ക് കാണുന്നതിൻ്റെ അത്രയും നിങ്ങൾക്ക് ക്യാമറയിലൂടെ മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്നാലും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കര സൈലൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീവീടിൻ്റെയും അതേപോലെ കിളികളുടെയും മാത്രം ശബ്ദം മാത്രമേ ഇവിടെ കേൾക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു സൗണ്ടും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഈ സൈഡൊക്കെ കണ്ടോ, നല്ല കാടാണ്, നല്ല കാട്. ഇത് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തേക്കിൻ്റെ മരങ്ങൾ കുറച്ച് കുറവാണ്, വേറെ കുറച്ച് കാടുകളുണ്ട്. പക്ഷേ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തേക്കും അങ്ങനെയുള്ള മരങ്ങളാണ് ഫുള്ള് കാണുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ നേരത്തെ ഇറങ്ങി നിന്നില്ല, ആ റിവർ പോകുന്നത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ അച്ചൻകോവിലിൻ്റെ പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ല, ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. പക്ഷേ ഈ വഴി പോകുമ്പം നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നത്. കാരണം മൊത്തം കാഴ്ചകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പച്ച കളറില്ല, പച്ച കളറിൻ്റെ ഏതൊക്കെ ഷെയ്ഡ് ഉണ്ടെന്ന് നമ്മൾ തന്നെ വിചാരിക്കും ഇത്രയും ഷെയ്ഡ് ഈ പച്ച കളറിനുണ്ടെന്ന്. ആ കളറിൽ വരെയുള്ള മരങ്ങളിങ്ങനെ പൂത്ത് നിൽക്കുന്ന അതിൻ്റെ ഇലയായാലും അതിൻ്റെ പൂക്കളായാലും എല്ലാം മൊത്തത്തിൽ ഒരു പച്ചപ്പാണ് ഇതുവഴി വരുമ്പം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകാം. അച്ചൻകോവിൽ മെയിൻ ടൗൺ. അപ്പം നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ അച്ചൻകോവിലിൻ്റെ മെയിനായിട്ടുള്ള കാഴ്ച. 2 സൈഡും കാടും അതേപോലെയുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ അച്ചൻകോവിൽ ക്ഷേത്രം, ഇത് കാണുന്നതാണ് ഇവിടുത്തെ അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രം. നിങ്ങൾക്ക് നോക്കി അറിയാം, അടിപൊളി ഒരു അമ്പലമാണ്.
സോ ഇപ്പം നമ്മൾ വന്ന വഴി തന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ നോക്കിയാൽ ഇവിടുത്തെ ഒരു മരം കണ്ടോ, നല്ല ഭംഗിയില്ല ഇത് കാണാൻ. മുളയോട് ചേർന്ന് തന്നെ മുളയ്ക്ക് ഉള്ളിൽ തന്നെ ഒരു മരം നിന്നിട്ട് നമ്മുടെ കുട ഇങ്ങനെ വിരിച്ചു വെച്ചേക്കുന്ന പോലാണ് ഈ മരം നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഭംഗിയാണ് മരം കാണാൻ. തണലാണ്. മൊത്തത്തിൽ ഇവിടെ നല്ല പീസ് സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ കാടിൻ്റെ സൗണ്ട് അല്ലാതെ ഇവിടെ വേറെ ഒരു നോയ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നുമില്ല. അധികം ചൂടുമില്ല. അധികം ചൂടുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരോടാണ് വന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇതാരാണെന്ന്. എൻ്റെ ഫ്രണ്ടാണ്, ഹരി എന്നാണ് പേര്. പിന്നെ നിങ്ങൾ എല്ലാവരും മറക്കാതെ ഈ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് ഞങ്ങളുടെ വണ്ടിയാണ്, ഞങ്ങൾ ഈ വണ്ടിയിലാണ് വന്നത്. ഇത് എൻ്റെ വണ്ടിയാണ്, ഞങ്ങൾ രണ്ടുപേരോട് ഇതിലാണ് വന്നത്. ഏകദേശം ഞങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 30-35 കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ. ബൈക്ക് റൈഡ് ആസ്വദിക്കുന്നവർക്ക് ഇത് കിടില ഒരു വഴിയായിരിക്കും. കാരണം ഇപ്പോൾ റോഡ് നല്ല രീതിയിൽ വൃത്തിയാക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണിഞ്ഞിട്ടേക്കുവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ചൻകോവിൽ ടൗണിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് ചെന്ന് അവിടുത്തെ അമ്പലത്തിൻ്റെ ആ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഞാൻ അടിയിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.